അങ്ങനെ സീസൺ 5ഓട് കൂടി ദി ബോയ്സ് അങ്ങനെ ഒഫീഷ്യലി അവസാനിച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും സീസൺ 5 എന്ന് പറയുന്നത് ഒരു വലിയൊരു ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ടാണ് തോന്നിയത്. അതിപ്പോ ഫിനാലെ ആയാലും ഓവറോൾ സീസൺ ആയാലും അങ്ങനെ തന്നെയായിരുന്നു. ഫിനാലയിലായിരുന്നു കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുന്നത്. പിന്നെ പറയുമ്പോൾ ആദ്യത്തെ 2 എപ്പിസോഡുകൾ 2 നല്ല എപ്പിസോഡുകൾ തന്നെയായിരുന്നു. നല്ലൊരു സ്റ്റാർട്ടിങ് തന്നെയായിരുന്നു സീസൺ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഒന്നുമില്ലാത്തൊരവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ടുള്ള 4-5 എപ്പിസോഡൊക്കെ തന്നെയായിട്ട് പറയാനായിട്ട് ഒന്നുമില്ല. അതായത് എപ്പിസോഡുകൾ കടന്നു പോകുന്നുണ്ട്, എന്നാൽ അതിലൊന്നും തന്നെ ഒന്നും സംഭവിക്കാത്ത അവസ്ഥയായിരുന്നു. കഥ എങ്ങോട്ടും എത്താത്തൊരവസ്ഥ. കുറെ എപ്പിസോഡൊക്കെ തന്നെ ഫില്ലേഴ്സ് ആയിട്ടായിരുന്നു തോന്നിയിരുന്നത്. പ്രധാനമായും ഇങ്ങനെ പറയാൻ കാരണം ബോയ്സിന്റെ ഫൈനൽ സീസൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനൊരു സീസൺ അല്ല പ്രതീക്ഷിക്കുന്നത്. സീസണിന് മുമ്പ് വരെ അവർ പറഞ്ഞിരുന്നത് ആര് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും മരിക്കാം എന്ന രീതിയിലൊക്കെ ആയിരിക്കും ഈ സീസൺ എന്നാണ്. പക്ഷെ ഈ സീസണിൽ ആകെ തുടക്കത്തിലും അതേപോലെ ഒടുക്കത്തിലും കുറച്ച് ആക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഇത് ബോയ്സിന്റെ ഫൈനൽ സീസൺ ആണ് എന്നൊരു സംഭവം നമുക്ക് തോന്നുന്നേ ഉണ്ടായിരുന്നില്ല. യൂഷ്വലി ഒരു സീസൺ കടന്നു പോകുന്നു എന്നതല്ലാതെ ഇത് ബോയ്സിന്റെ ഫൈനൽ സീസൺ ആണെന്നും ഇത് അവസാനിക്കാൻ പോവുകയാണെന്നും ഒന്നും തന്നെ നമുക്ക് കാണുമ്പോൾ തോന്നുന്നേ ഉണ്ടായിരുന്നില്ല. എന്തിന് ഫിനാലയ്ക്ക് തൊട്ട് മുമ്പുള്ള ആ 7ാമത്തെ എപ്പിസോഡിൽ പോലും അടുത്ത എപ്പിസോഡ് ഫിനാലെ ആണെന്ന കാര്യം നമുക്കറിയാം എന്നതിലുപരി ആ എപ്പിസോഡ് കണ്ടിട്ട് അങ്ങനെ ഒരു ഫീലിംഗേ ഉണ്ടായില്ല. അതുവരെ ഒന്നും കാര്യമായിട്ട് സംഭവിക്കാത്തത് കൊണ്ട് തന്നെ ഫിനാലെ അവരെങ്ങോട്ട് റഷ് ചെയ്ത് കൊളമാക്കുമെന്നൊക്കെ തോന്നിയിരുന്നു. എന്നാലും അങ്ങനെ ആയെന്ന് പറയുന്നില്ല. എന്നിരുന്നാലും ഫിനാലെ ഒരു കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. പേഴ്സണലി എനിക്ക് കുറച്ചൊരു നിരാശയായിരുന്നു ഈ ഫിനാലെ. അതിപ്പോ ചിലവർക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അതേപോലെ ഇഷ്ടപ്പെടാതിരുന്നിട്ടും ഉണ്ടാവാം. എന്നിരുന്നാലും കൂടുതൽ പേർക്കും ഇത് അധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. കാരണം ദി ബോയ്സ് എന്ന് പറയുന്ന ഈ ഒരു സീരീസിന് ഇതിനേക്കാളും മികച്ചൊരു ഫിനാലെ ഇവർ ഡിസർവ് ചെയ്യുന്നുണ്ട്. കാരണം അങ്ങനെ തുടങ്ങിയ ഒരു സീരീസ് ആണിത്. സൂപ്പർ ഹീറോ എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു കൺസെപ്റ്റിനെ തന്നെ മാറ്റിയതൊരു സീരീസ് ആണിത്. എന്നാൽ അവസാനം എത്തിയപ്പോൾ വളരെ പ്രെഡിക്റ്റബിൾ യൂഷ്വൽ എൻഡിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. വലിയ ഹൈ മൊമെന്റ്സോ അങ്ങനെയുള്ള ഒന്നും തന്നെ ഈ സീസണിൽ എവിടെയും എനിക്ക് തോന്നിയില്ല. പിന്നെ ദി ബോയ്സിന്റെ കോമിക്സിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഈ സീരീസ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അവർ ആ സ്റ്റോറി ലൈനിൽ നിന്ന് മാറി ഒരു ഡിഫറെന്റ് സ്റ്റോറി ലൈൻ ആയിട്ടായിരുന്നു ഈ സീരീസ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടപ്പോൾ കോമിക് വേർഷനിലെ ഫിനാലെ ആയിരുന്നു കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നി. ഒന്നാമത് ഈ സീസൺ എന്ന് പറയുന്നത് വളരെയധികം ആവറേജ് ആയി പോയ ഒരു സീസൺ ആയിരുന്നു. അതേപോലെ സോൾജർ ബോയെ കുറച്ചധികം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന പോലും തോന്നിയിരുന്നു. എന്തിന് ഹോംലാൻഡറെ പോലും സൈഡ് ആക്കിയിട്ട് ഈ ക്യാരക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുത്ത പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എങ്കിലും ബോയ്സ് കഴിഞ്ഞെങ്കിലും ബോയ്സിന്റെ യൂണിവേഴ്സ് അവിടെ സ്റ്റോപ്പ് ആയിട്ടൊന്നും ഇല്ല. സോൾജർ ബോയ് എല്ലാം തന്നെ പ്രധാന ക്യാരക്ടേഴ്സ് ആക്കിയിട്ട് ഇവരൊരു പ്രീക്കൽ ഷോ ചെയ്യുന്നുണ്ട്. അതായത് ദി വോട്ടിന്റെ ഒറിജിൻ ഒക്കെ പറയുന്ന ഒരു സീരീസ് ആയിട്ടാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ സീരീസിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഈ സീസണിൽ തന്നെ സെറ്റ് ചെയ്യാൻ നോക്കുന്നത് പോലെ ആയിട്ടായിരുന്നു തോന്നിയത്. അതിന്റെ കാര്യം കൃത്യമായിട്ട് അറിയില്ല, എങ്കിലും ചെറുതായിട്ട് അങ്ങനെയൊക്കെ തോന്നിയിരുന്നു. പിന്നെ പറയേണ്ടതാണ് ജെൻവി എന്ന് പറഞ്ഞ സീരീസ്. സത്യം പറഞ്ഞാൽ ഇതിന്റെ സീസൺ 2 കഴിഞ്ഞപ്പോൾ ഈ ജെൻവി എന്ന് പറയുന്ന സീരീസിന് ബോയ്സിന്റെ ഫൈനൽ സീസണിൽ വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടാവുമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പോട്ടെ, മിനിമം ഫിനാലിലെങ്കിലും ഇവർക്കൊരു കീ റോൾ ഉണ്ടാവുമെന്ന് തോന്നിയിരുന്നു. പക്ഷെ സീരീസ് വന്നപ്പോ ഇതിന്റെ ക്യാരക്ടേഴ്സിനെ തന്നെ ആകെ 2-3 വട്ടോട്ടെ ഓവറോൾ ഈ സീസണിൽ കാണിച്ചിട്ടുള്ളൂ. അതോ ആ സീരീസിൽ ഉണ്ടായിരുന്ന 2-3 ക്യാരക്ടേഴ്സിനെ. ജെൻവിയുടെ സീസൺ 3 ക്യാൻസൽ ചെയ്തപ്പോ വിചാരിച്ചു ഈ സീസണോട് കൂടി എല്ലാം അങ്ങോട്ട് തീർക്കാച്ചിട്ടാണെന്ന്. എന്നാൽ സീരീസ് കഴിഞ്ഞപ്പോ ഇതിപ്പോ അതുമില്ല ഇതുമില്ല എന്ന് വട്ടായി പോയി. ഈ സീസൺ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനൊരു സീരീസ് ഉണ്ടായിരുന്ന കാര്യം തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല. പോട്ടെ, ഇന്ന് ഈ സീസണിലാണെങ്കിലോ അതൊരു പ്ലോട്ട്, പിന്നെ ഒരു സബ് പ്ലോട്ട് വന്നു, പിന്നെ അതങ്ങടെ മെയിൻ പ്ലോട്ട് പോലെയായി, പിന്നെ അതുമല്ല വേറെയാണ് പ്ലോട്ട് എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ട് തീർത്തു. സംഭവം എല്ലാ എപ്പിസോഡും 1 മണിക്കൂറിന് മുകളിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്തിനുള്ളിൽ നമ്മളെ ലാഗ് എടുപ്പിച്ച് വലിപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. മൊത്തത്തിൽ സീസണെ കുറിച്ച് പറയുമ്പോൾ ഒരു അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സീസൺ ആയിട്ടാണ് തോന്നിയത്. ഇവർക്ക് വേണമെങ്കിൽ എത്രയോ ബെറ്റർ ആക്കാൻ പറ്റുമായിരുന്നു ഇത്, എസ്പെഷ്യലി ഫിനാലെ. പിന്നെ അറിയാം, ഇവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇവരുടെ അടുത്ത് ഗെയിം ഓഫ് ത്രോൺസ് പോലെയുള്ള അത്രത്തോളം ബഡ്ജറ്റ് ഒന്നും ഇല്ല എന്നത്. അതുകൊണ്ട് തന്നെ വലിയ മാസീവ് ആയിട്ടുള്ള ബാറ്റിൽസ് ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നതും. എന്നാൽ അത്രത്തോളം ഒന്നും വേണ്ട, മിനിമം നിങ്ങൾ മുമ്പ് ചെയ്തിരുന്ന ആ ഒരു ലെവൽ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ മതിയായിരുന്നു. കാരണം അങ്ങനെ നിങ്ങൾ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ പോട്ടെ, ഇപ്പോൾ എല്ലാ സീരീസും നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തുടങ്ങിയിട്ട് അവസാനം പോയിട്ട് കലോടൊക്കെയാണ് ചെയ്യുന്നത്. അവസാനം ഇങ്ങനെ കണ്ടത് സ്ട്രേഞ്ചർ തിങ്സിലായിരുന്നു, ഇപ്പൊ ഇതാ ബോയ്സും. അപ്പോ എന്തായാലും നിങ്ങൾക്ക് ഈ ബോയ്സിന്റെ സീസൺ ഫിനാലെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിലൂടെ പറയൂ. ഒപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.